നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പാലക്കാട് മുണ്ടൂരിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായി, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാറക്കോട് സ്വദേശിയായ കുമാരനാണ് മരിച്ചത്. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തുടരുകയാണെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്ന് നമുക്കൊപ്പം. അജിത്ത്, ഗുഡ് മോർണിംഗ്. വീണ്ടും വളരെ സങ്കടകരമായ, വളരെ ദൗർഭാഗ്യകരമായ ഒരു നിമിഷം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? പ്രതിഷേധമാണോ? ഉദ്യോഗസ്ഥർ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? സേതു, ഇത്തരത്തിൽ 3:30 രാവിലെ പുലർച്ചെ 3:30 ശുചിമുറിയിൽ പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. വേഗത്തിൽ തന്നെ കാട്ടാന മുറ്റത്ത് തന്നെ സ്ഥിതി ചെയ്യുകയായിരുന്നു. വീടിന്റെ അവിടെ നിന്ന് ഓടി എത്തി ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ രീതിയിൽ നമുക്ക് ശരീരം കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കുടുംബമെല്ലാം ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ആന അവിടെ നിന്ന് കുറച്ച് അകലം മാറി തന്നെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ പ്രദേശത്ത് കുറച്ചു നേരം ആന തുടർന്നു. അതിനുശേഷമാണ് ആന ഈ പ്രദേശത്ത് നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്ത് നിന്ന് പോയതിനു ശേഷവും വനത്തിലേക്ക് പോയിരുന്നില്ല ആന. അത് നാട്ടുകാർ ഉൾപ്പെടെ അതുകൊണ്ട് ഈ വീട്ടിലേക്ക് എത്തുന്നതിൽ കുറച്ച് താമസം ഉണ്ടായിരുന്നു. കാരണം ഈ ആന മേഖലയിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ ആന ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാരൊന്നും അനുവദിച്ചിട്ടില്ല. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേഗത്തിൽ നടക്കാൻ കഴിയുന്ന ആളല്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ്. അങ്ങനെ ഒരാളെയാണ് ഇത്തരത്തിൽ വീടിന്റെ മുറ്റത്ത് വെച്ച് ഇത്തരത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. മാത്രമല്ല, ഏപ്രിൽ മുണ്ടൂരിൽ വെച്ച് തന്നെ 23-കാരനെ ബന്ധുവീട്ടിൽ പോയി അമ്മയോടൊപ്പം മടങ്ങി വരുന്ന സാഹചര്യത്തിൽ അലൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 23-കാരന് ജീവൻ സമാനമായ രീതിയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആനയെ സംബന്ധിച്ച് തന്നെ ഇന്നലെ രാത്രി RRT സംഘം ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഫോറസ്റ്റിലേക്ക്, വനത്തിലേക്ക് കയറ്റിവിടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ഇറങ്ങി വന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നിരന്തരം ഈ പ്രശ്നം പാലക്കാട് നിന്ന് കാട്ടാനയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങളില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യമാണുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഈ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നത്. ഈ പ്രദേശം തന്നെ ധാരാളം റബ്ബറും തെങ്ങും ഒക്കെ ഉള്ള പ്രദേശമാണ്. ഇവിടെ സ്ഥിരമായി വിവിധ കാട്ടാനകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മരണമുണ്ടായ ഘട്ടത്തിൽ ആന കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ ആന ഇറങ്ങി വരുന്ന സമയത്ത് ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടതാണ്. പക്ഷെ വീണ്ടും ആന തിരിച്ചിറങ്ങി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മൃതദേഹം ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തിയതിനു ശേഷമേ ഇത്തരത്തിൽ മൃതദേഹം മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. വലിയ സങ്കടകരമായ അവസ്ഥയാണ്. 2 മക്കളാണുള്ളത്. കുടുംബമൊക്കെ സാമ്പത്തികമായി വലിയ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. കൃഷിയും കൂലിപ്പണിയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിത മാർഗം. അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ്, അതായത് ഒരു കുടുംബത്തിന്റെ നെടുംതൂണായ മനുഷ്യനാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതും വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതാണ്. കൃഷിയിടങ്ങളിലും ഇത്തരത്തിൽ അവരുടെ തൊഴിലിടങ്ങളിലും ഒക്കെ കുറെ കാലമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ച ഇപ്പോൾ വീട്ടുമുറ്റത്തേക്കും എത്തിയിരിക്കുന്നു. ഇതിപ്പം ഈ മുണ്ടൂരുകാരെ സംബന്ധിച്ച് ഇതിപ്പം ആദ്യത്തെ ഒരു സംഭവം അല്ലല്ലേ. ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജീവൻ നഷ്ടപ്പെടുന്നത് അവരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല, കുറെ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. അവരുടെ ജീവിതത്തിൽ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ഘട്ടത്തിൽ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ ഇത്തരത്തിൽ സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായത്. അന്ന് ഇത്തരത്തിൽ അലൻ ജോസഫ് 23 വയസ്സായിരുന്നു. അലന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി തന്നെ അലന്റെ അമ്മയ്ക്ക് വിജിക്ക്
46 വയസ്സുള്ള അമ്മയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്, ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് ബന്ധു വീട്ടിൽ പോയി മടങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, ഏപ്രിലിൽ നിന്ന് ഇത്തരം സമയത്തേക്ക് എത്തുമ്പോൾ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത്തരത്തിൽ അവരുടെ ജീവിതവും ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലും ഒരു 100 സംഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങി വരുന്നതും കൃഷി നശിപ്പിച്ചതും അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും എന്ന പോലെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പ്രത്യേകമായ ആന, ഈ ആക്രമിച്ച ആന കുറെ നാളുകളായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആനയല്ല എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീട് കുറച്ചു കാലമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങി വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വീണ്ടും ഈ ആന എത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ഇതിനെ കയറ്റിവിടുകയും പക്ഷെ അതിനുശേഷം വീണ്ടും ഇറങ്ങി വന്നിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതും വീട്ടുമുറ്റത്ത് വെച്ച് അദ്ദേഹത്തിന് നടക്കാൻ ഉൾപ്പെടെ ഓടി മാറാനൊക്കെ ഉൾപ്പെടെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ അങ്ങനെ കൂടി ആ ഒരു ദാരുണമായ സാഹചര്യം കൂടി അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. ഏതാണെങ്കിലും ആരുടെ ആണെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് നിസ്സഹായനായ ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ നെടുന്തൂണായ ഒരു മനുഷ്യന്റെ ജീവിതം വീടിന്റെ മുറ്റത്ത് വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാഹചര്യമാണുള്ളത്. വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരാൾക്ക് ഇത്തരത്തിൽ തീർച്ചയായും അജിത്ത്, കാരണം എത്രയോ ആയി ഈ വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, എത്രയോ ആയി വന്യജീവി ആക്രമണങ്ങളാൽ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ ഈ സമയത്ത് ഒരു മരണം ഉണ്ടാകുന്നു, അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നു, ഈ മറ്റ് ഉദ്യോഗസ്ഥരെത്തുന്നു, സർക്കാർ ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നു, അതോടെ കഴിയുകയാണ് നിലവിൽ. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ പാലക്കാട് മുണ്ടൂരിലാണ് ഒരു ആൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അജിത്ത്, ഇപ്പൊ നിലവിൽ ഈ ആന ജനവാസ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ടോ? തീർച്ചയായും അത് പൂർണ്ണമായും ആന ജനവാസ മേഖലയിൽ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ആന കുറേയധികം സമയം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ അക്രമാസക്തമായ മനോഭാവത്തോടെയാണ് ആന നിന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഉൾപ്പെടെ എത്താൻ വൈകിയിരുന്നു. ആദ്യം ചില ഉദ്യോഗസ്ഥരൊക്കെ മാത്രമാണ് ഇവിടെ എത്തിയിരുന്നത്. പിന്നീട് ഈ ആന ജനവാസ മേഖലയിൽ നിന്ന് ഈ പ്രദേശത്തു നിന്ന് മാറി ജനവാസ മേഖലയിലുള്ള മറ്റൊരു പ്രദേശത്ത് നിലയുറപ്പിച്ചു. ആ ഘട്ടത്തിലാണ് വീട്ടുകാരും കുറച്ച് അധികം നാട്ടുകാരും ഒക്കെ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നീട് ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആന പൂർണ്ണമായും ഈ പ്രദേശത്തു നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഏതാണെങ്കിലും നാട്ടുകാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം അറിഞ്ഞ് ഇനി കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെ ആളുകളും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്യന്തം സങ്കടകരമായ പ്രതിഷേധാർഹമായ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. പാലക്കാട് മുണ്ടൂരിൽ അവിടെ വീണ്ടും ഒരു കാട്ടാൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിലും ഇത്തരത്തിലൊരു കാട്ടാൻ ആക്രമണം ഉണ്ടായി, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതൊക്കെയാണ്. ഇപ്പോൾ വീണ്ടും അതേയിടത്ത് ഒരു കാട്ടാൻ ആക്രമണം, മുണ്ടൂരിൽ തന്നെ ഒരു കാട്ടാൻ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഉദ്യോഗസ്ഥർ എത്താതെ, ഇത് സംസാരിക്കാതെ ഒന്നും മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു.